Students, welcome to my college programs. Next നമ്മുടെ ഇംഗ്ലീഷിലത്തെ നെക്സ്റ്റ് പാർട്ടാണ് കോണ്ടിബ എ ഹീറോ എന്നുള്ള പ്രോസ് ആണ്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഒരു ഹീറോ, ഒരു കോണ്ടിബ എന്നുള്ള ഒരു ബ്ലൈൻഡ് മാൻ എങ്ങനെ ഒരു ഹീറോ ആയിത്തീരും എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റോറി പ്രോസിൽ പറയുന്നത്. കോണ്ടിബ ഗേക്വാദ് എ ബ്ലൈൻഡ് മാൻ. കോണ്ടിബ എന്താണ്? ഒരു ബ്ലൈൻഡ് മാൻ ആണ്. ഹാഡ് ടു ലീവ് ഹിസ് ഹോം ഇൻ ഔറംഗാബാദ്. അതുകൊണ്ട് ശരിക്കും വീട് എന്ന് പറയുന്നത് ഔറംഗാബാദിലാണ്. പിന്നീട് അവൻ അവിടുന്ന് എവിടത്തേക്ക് വരികയാണ്, അവിടുന്ന് ലീവ് ചെയ്യുകയാണ് ടു മുംബൈ ഇൻ സെർച്ച് ഓഫ് വർക്ക്. മുംബൈയിലേക്ക് അവൻ ജോലിക്കായിട്ട് പോവാണ്. ഹി ലിവ്ഡ് ഇൻ എ ലാർജ് സ്ലം കോളനി ഇൻ എ ഖടഗ്പൂർ വിത്ത് അനദർ ഫാമിലി. അവൻ എവിടെ ജീവിച്ച, അവൻ്റെ എന്ന് പറയുന്നത് സ്ലം ഏരിയയിൽ ജീവിച്ച ഒരാളാണ് ആര്? കോണ്ടിബ എന്ന് പറയുന്നത്. ആ സ്ലം ദർ വാസ് എൻ ഓപ്പൺ വെൽ വിച്ച് വാസ് അൺസേഫ് ആൻഡ് ഇറ്റ് വാസ് നോ വാഷ്. ഇതെന്ന് പറയുന്നത് ഇവൻ ജീവിച്ചിരിക്കുന്ന ആ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്, ഒരു സർക്കംസ്റ്റാൻസസിലാണ് കോണ്ടിബ ജീവിക്കുന്നത്. അവൻ്റെ വീട് പോലും ഒരു നല്ലൊരു ചുമരോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ആര് ജീവിക്കുന്നത്? ഈ കോണ്ടിബ ജീവിക്കുന്നത്. ദ വെൽ ഹാഡ് ഗ്രാജുവലി വൈഡൻഡ് സോയിൽ ആൻഡ് റോക്സ് ഇൻ ദ സൈഡ്സ് ഓഫ് ദ ഫോൺ. പിന്നെ അവിടെ ഇവൻ നിൽക്കുന്ന വീടിനടുത്ത് ഒരു വെല്ലുണ്ട്. ആ വെല്ലെന്ന് പറയുന്നത് പാറകൾ അതിങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഉള്ള ഒരു വെള്ളത്തിൻ്റെ സൈഡിലാണ് ഇവൻ ജീവിക്കുന്നത്. ദ ഹാഡ് മെയ്ഡ് ദ വാട്ടർ മഡി. അതെന്ന് പറഞ്ഞാൽ വെറും ചളിയും വെള്ളമാണ് ആ വെല്ലെന്ന് പറയുന്നത്. വെൻ കോണ്ടിബ റിട്ടേൺഡ് ഹോം ആൻഡ് വാസ് അബൌട്ട് ഹാവ് ടു ഹിസ് മീൽ. ഒരു ദിവസം കോണ്ടിബ ഇവനെ വർക്കിനൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എവിടേക്ക് വരികയാണ്? വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേ റിട്ടേൺ ഹോം ആൻഡ് വാസ് അബൌട്ട് ഹാവ് ഹിസ് മീൽ ഹി ഹേർഡ് എ വുമൺസ് ക്രൈ. അവൻ എന്ത് ചെയ്യാണ്? ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അവനൊന്നും മനസ്സിലാവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നെടുക്കുന്നതാണ് ആ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത്. സം വൺ ഹാഡ് ഫോളൻ ഇൻ ടു ദ വെൽ. ആരോ ഈ വെള്ളത്തിൽ പോയി എന്നുള്ള കരച്ചിലാണ് കോണ്ടിബ കേൾക്കുന്നത്. കോണ്ടിബ വാൻറ്റ് ടു ദി വെൽ ആൻഡ് ജംപ്ഡ് ഇൻ ടു സേവ് ദ ബോയ്. കോണ്ടിബ എന്ത് ചെയ്ത് ആ ഭക്ഷണം കഴിക്കുന്നിടക്കുന്ന എഴുന്നേറ്റ് നിന്ന് ഓടിപ്പോയി ആ വെല്ലിൽ, ആ കുളത്തിലേക്ക് ചാടി ജംപ്ഡ് സേവ് ദ ബോയ് നെയ്മഡ്. ഒരു കുട്ടി, അപ്പോൾ ഒരു ആൺകുട്ടിയാണ് ആ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജമ്പ് ചെയ്യാണ്. ഹാവിങ് ബീങ് എ സ്വിമ്മർ യങ് ബോയ് ഹാഡ് ട്രൈഡ് ഹിസ് സെൻറ്റ് ടു സെർച്ച് ദ ബോയ്. വളരെ വീക്കാണ്, കാരണം ദാരിദ്ര്യ പോവേർട്ടിയും ക്ഷീണിതനും ആയതുകൊണ്ട് തന്നെ ഒരു കോണ്ടിബയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മുങ്ങിപ്പോകുന്ന കുട്ടീനെ രക്ഷിക്കാൻ പറ്റും. അങ്ങനെ തളർന്ന് അവൻ അവനവന് എവിടെയും കാണുന്നില്ല. അങ്ങനെ ഹി ഹാഡ് കം ടു സർഫേസ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ടേക്ക് ബ്രീത്ത്. അവൻ ഒരുപാട് തവണ മുങ്ങിയും താഴെയും ശ്വാസം എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ കുട്ടീനെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവൻ വളരെ തളർന്ന് അവശനായിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഈച്ച് ടൈം ഹി കെയിം അപ്പ് ഫെൽറ്റ് മോർ ടയേർഡ് ആൻഡ്. ഓരോ തവണ ഇവൻ വെള്ളത്തിൽ പോകുമ്പോൾ ഇവൻ കൂടുതൽ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. ദ പീപ്പിൾ വർ ഡിസപ്പോയിൻറ്റഡ് ടു എവറി ടൈം ടു കെയിം ത്രൂ ദ വാസ് വെരി ടയർഡ്. ഇവൻ ഓരോ തവണ ഇങ്ങനെ തളർന്ന് ഇവന് ശ്വാസം എടുക്കാൻ വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ ഇവൻ തളർച്ച കണ്ട് ജനങ്ങൾക്ക് തന്നെ എല്ലാവർക്കും, ഇവരൊക്കെ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിൽ, അവർക്കൊക്കെ എന്തായി വളരെ നിരാശയായി. കുട്ടി ഈ വെള്ളത്തിൽ വീണ കുട്ടി മരിച്ചു പോകുമോ, അല്ലെങ്കിൽ കോണ്ടിബയ്ക്ക് ഇവനെ രക്ഷിക്കാൻ പറ്റില്ലേ എന്നുള്ള വളരെ വിഷമത്തോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കോണ്ടിബ ഡൈവഡ് അഗെയിൻ ആൻഡ് ഫുൾ സ്ട്രെങ്ത്. അവൻ എന്ത് ചെയ്ത് ഫുൾ സ്ട്രെങ്ത്, ഇവൻ നീന്തുമ്പോൾ തന്നെ സിമ്മറായിട്ട് ഇവൻ നീന്തുമ്പോൾ പോലും ഒരു ബ്ലൈൻഡ് മാൻ ആണ് ഇങ്ങനെ നീന്തുന്നത് എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അവൻ്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തുകൊണ്ട് പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു? കോണ്ടിബ ആ വെള്ളത്തിൽ ആ കുട്ടീനെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഹി വാസ് നോട്ട് ബ്ലൈൻഡ് ഇൻ എവറി സെക്കൻഡ് though he was very tired, although he didn't give up. This time he felt the clothes of Aravind. അങ്ങനെ കുറേ നീന്തി കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളത്തിൽ പോയ കുട്ടി അരവിന്ദൻ്റെ ക്ലോത്തിൽ പിടികിട്ടിയാണ്. ആ ക്ലോത്ത് എന്ന് പറയുന്നത് അരവിന്ദൻ്റെ ബെൽറ്റായിരുന്നു. ഹി കോട്ട് ഹോൾഡ് ദ അരവിന്ദ ബെൽറ്റ് ആൻഡ് ബ്രോട്ട് ഹിം ഔട്ട്. ഞാൻ അരവിന്ദൻ്റെ ബെൽറ്റിൽ പിടിച്ച് പുറത്തേക്ക് എടുത്തു. ബ്രോട്ട് ഔട്ട്. അരവിന്ദ് വാസ് ടേക്കൺ ഇൻ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് കോണ്ടിബ വെൻറ്റ് ബാക്ക് ഹോം ടു ഫിനിഷ് ഹിസ് മീൽ. അരവിന്ദന എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കോണ്ടിബ എന്ത് ചെയ്ത് വെൻറ്റ് ബാക്ക് ടു ഹോം. അവനവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ ബാക്കി വെച്ച ഭക്ഷണം എന്ത് ചെയ്ത് അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നതും അവൻ ആ വെള്ളത്തിലേക്ക് ഓടി ജമ്പ് ചെയ്തിട്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം കുട്ടിയെ രക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം കോണ്ടിബ എന്ത് ചെയ്യുന്നത്? ബാക്ക് ഹോം ടു ഫിനിഷ് ഹിസ് മീൽ. പീപ്പിൾ ഹേർഡ് ടു ബ്രേവ് ആക്ട് ഓഫ് കോണ്ടിബ. എല്ലാവരും ജനങ്ങളിൽ അന്ധനായിട്ടുള്ള ആ കോണ്ടിബയിൽ എല്ലാവരും എന്ത് ചെയ്തു? വളരെയധികം അവരിങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി. ബ്രേവ് സെറ്റ് ഓഫ് കോണ്ടിബ ആൻഡ് റിവാർഡഡ് ഹിം. അവനെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്ത്?
പല പല സമ്മാനങ്ങളും ഇതൊക്കെ ആയിരിക്കും കൊടുത്തു, കോണ്ടിബക്ക് കൊടുത്തു. കോണ്ടിബ വെൻറ്റ് ബാക്ക് ടു ഹിസ് വില്ലേജ്. അവൻ എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് വെച്ച് ഗോട്ട് മാരീഡ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് എ സ്മോൾ ബിസിനസ്. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറേ ഒരു സാധനങ്ങളും പൈസകളും പ്രോത്സാഹനം അങ്ങനെയുള്ള മണീസൊക്കെ വെച്ചിട്ട് ഓൻ തിരിച്ചെവിടേക്ക് വരികയാണ്, ഓൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ആ വില്ലേജിൽ അവനൊരു മാരേജൊക്കെ ചെയ്ത് സ്റ്റാർട്ട് റണ്ണിങ് എ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്തു. ദ ബെഗർ ഹു ഹേറ്റഡ് ദ ബെഗിങ് never have to beg again. The beggar who hated begging would never have to beg again. അതായത് ഒരു ബ്രേവറി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് നമ്മളെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊരു ബെറ്റർ വേയ്സ് നമുക്ക് തരും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഏതിൽ നിന്ന് എടുക്കുന്നത്, ഗോണ്ടിബ ബ്ലൈൻഡ് മാൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. ദ ബെഗർ ഹു ഹേറ്റഡ് ബെഗിങ്. അതായത് ഒരു ബെഗറായി നമ്മൾ അവരെന്ത് ചെയ്യില്ല, ബെഗിങ് ഒരു ബെഗർ എന്ന് പറയുന്നത് ഹു ഹേറ്റഡ് ബെഗിങ് വുഡ് നെവർ ഹാവ് ടു ബെഗ് അഗെയിൻ. ഒരു ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് ഒന്നും എപ്പോഴും എന്തായിരിക്കണം എന്നില്ല, ഒരു പാത തുടർന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം എന്നില്ല. അവന് എന്ത് ചെയ്യാം, അവൻ്റെ ബ്രേവറി, അവൻ്റെ സത്യസന്ധതയും അവൻ്റെ സ്ട്രോങ് ഡിറ്റർമിനേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് തന്നെ ഒരു ബെറ്റർ റിലേഷൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ഏതിൽ നിന്ന് പഠിക്കുന്നത്, കോണ്ടിബ എ ബ്ലൈൻഡ് മാൻ എന്നുള്ള പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിന്റ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ പാഠത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി ഒരു ഇൻഡിപെൻഡൻ്റ് ആവുന്ന അല്ലെങ്കിൽ ദേ ക്യാൻ ബി മോർ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോണ്ടിബ എന്നുള്ള ഇതിൽ. നമുക്ക് ഈ പാഠത്തിൽ തന്നെ നോക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഫ്രേസൽ വെർബുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് എന്ന് പറയുന്നത് ഒരു ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, ഒരു ക്രിയനാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ആ വെർബിൻ്റെ കൂടെ അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു പ്രിപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പം വെർബിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ ബൈ എ പ്രിപ്പോസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഏതിലുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഫ്രേസൽ വെർബിൽ ഏതെങ്കിലും എന്താണ് ഫ്രേസൽ വെർബ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. എന്താണ്, എ വെർബ് ഫോളോവഡ് ബൈ എ പ്രിപ്പോസിഷൻ, അതാണ് എന്ത് ഫ്രേസൽ വെർബ് എന്ന്. അപ്പോൾ വെർബ് എന്ന് പറയുന്ന ഒരു കം അല്ലെങ്കിൽ കം എന്നുള്ളത് പാക്ക്, ഇത് കം പാക്ക്, ഇതൊരു എക്സാമ്പിളാണ്, ഫ്രേസൽ വെർബിന് എക്സാമ്പിളാണ്. പിന്നെ ടേൺഡ് ഓഫ്, ഇതൊക്കെ ഫ്രേസൽ വെർബിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലുള്ള നമുക്ക് നോക്കുന്നത് ഒരു ടെൻസസ് ആണ്. ടെൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലുള്ള പാസ്റ്റ് ടെൻസ് അറിയാം, നമുക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ 3 ടെൻസസിനെ കുറിച്ചിട്ടുണ്ട്. അതിൽ ഈ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസസിനെ കുറിച്ചിട്ടാണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച്, അതിൻ്റെ അത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടാവും പ്ലസ് എന്തായിരിക്കും അതിൻ്റെ വേർബിൻ്റെ സെക്കൻഡ് ഫോം, അതാണ് ഏതിലുള്ളത്, പാസ്റ്റ് ടെൻസിലുണ്ട്. അപ്പം പാസ്റ്റ് ടെൻസ് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസസിനെ കുറിച്ചിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും പ്ലസ് എന്തുണ്ടായിരിക്കും ആ വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പ്രസൻറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ്. ആ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് നമ്മുടെ ഹാഡ് ആവുക, ഹാവ് ആവുക, ഈസ് അങ്ങനെയുള്ളതിനെയാണ് ഏതെന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ ഒബ്ജക്റ്റ്, അതാണ് ഏതിൽ വരുന്നത്, പാസ്റ്റ് പ്രസൻറ്റ് ടെൻസിൽ വരുന്നത്. അപ്പം അതായത് ഹാഡ് സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ എന്ത് വരുന്നത്, ഹെൽപ്പിംഗ് വെർബും വരും. ഹെൽപ്പിംഗ് വെർബ് ഹാഡ് ആവോ, ഹാസ് ആവോ, ഹാവ് അങ്ങനെയുള്ളത്. പിന്നെ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും അതിൻ്റെ ഒബ്ജക്റ്റും. അതൊരു ജസ്റ്റ് ഒന്ന് അത് രണ്ടും ഇപ്പോൾ പാസ്റ്റ് ടെൻസസ് ഏതെന്ന് ചോദിച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കിയാൽ മതി. ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. പിന്നെ അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉള്ള കാര്യങ്ങൾ ഓക്കെ, അത്രയാണ് കോണ്ടിബ ദ ബ്ലൈൻഡ് മാൻ എന്നുള്ളതിൽ പറയുന്നത്.